സ്വാഗതം സുസ്വാഗതം. എലൈറ്റ് കേരള പ്രീമിയർ ലീഗിന്റെ മറ്റൊരു മധുര മനോഹര സീസണിന്റെ ഒരു മധുരമാന്ത്രിക ഫൈനൽ മത്സരത്തിലേക്ക്, പോരാട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. 94 മത്സരങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സുന്ദര പോരാട്ടം. അതിൽ അവസാന മത്സരം കളിക്കാനായി, ഫൈനൽ പോരാട്ടം കളിക്കാനായി എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ പുതിയ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനായി രണ്ട് ടീമുകൾ, രണ്ട് പടയോട്ടം നടത്താനായി എത്തുന്ന പടക്കുതിരകൾ തമ്മിലുള്ള നല്ല പോരാട്ടത്തിലേക്ക് എലൈറ്റ് കേരള പ്രീമിയർ ലീഗും EMS കോർപ്പറേഷൻ സ്റ്റേഡിയം കാലിക്കറ്റും എത്തിച്ചേരുമ്പോൾ the match is between മുത്തൂറ്റ് FA ആൻഡ് കേരള പോലീസ്. മുത്തൂറ്റിന്റെ ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ശ്രീനാഥ് മധുകുമാർ, നിങ്ങളുടെ സ്വന്തം ബിനീഷ് കിരണിനൊപ്പം. ശ്രീനാഥ്, മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമിയുടെ ടച്ചോടുകൂടി ബ്ലൂ ജേഴ്സിയിൽ നമ്മുടെ സ്ക്രീനിന്റെ വലതുവശത്തുനിന്നും ഇടതുവശത്തേക്ക് മത്സരിക്കുന്നു മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമി. മറുവശത്ത് ഗ്രീൻ ജേഴ്സിയിൽ കേരള പോലീസ് ഫുട്ബോൾ ടീം നമ്മുടെ സ്ക്രീനിൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് മത്സരിക്കുന്നു. മികച്ച ഒരു ടീമാണ്, കാരണം നമുക്കറിയാം യങ്സ്റ്റേഴ്സ് ആണ്. സോ ദേ വിൽ ഫോൾ ബാക്ക് ഈസിലി. പ്രീവിയസ് ഗെയിമിൽ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നല്ലൊരു വിക്ടറി കരസ്ഥമാക്കാൻ അവിടെ കേരള പോലീസിന് കഴിഞ്ഞു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു. അന്ന് ഗോൾ അടിച്ച 2 പേര് ഫാരിസും അതുപോലെ തന്നെ ഫിറോസുമാണ്. അവിടെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ട്. എന്തായാലും ആ ഒരു പെനാൽറ്റി ഏരിയക്കകത്തേക്ക് എൻക്രോച്ച് ചെയ്യാനുള്ള ശ്രമം കേരള പോലീസിന്റെ മുന്നേറ്റമാണ് നമ്മൾ കണ്ടത്. ഗോകുൽ ബോൾ എടുത്ത് കടക്കാനുള്ള ശ്രമത്തിൽ മനോജിന്റെ ഓരോ സിറ്റുവേഷൻ കണ്ടറിഞ്ഞ് അതിനുള്ള മൂവ്മെന്റുകൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പെരുമാറാനായി കഴിയണം. ആദ്യം കൊടുത്ത പാസും വെയിറ്റ് ഓഫ് ദ പാസ് പലപ്പോഴും വളരെ കുറഞ്ഞിട്ടാണ് പോകുന്നത്. ബട്ട് ലുക്ക് അറ്റ് ദാറ്റ്, വിജീഷ് ബാലൻ എക്സ്പീരിയൻസ് പ്ലെയർ ആണ്. ഫിസിക്ക് കൃത്യമായി യൂസ് ചെയ്യുന്നു. ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി, പക്ഷേ നല്ല വൃത്തിയിൽ തന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുകയാണ് നന്ദു. വളരെ സോളിഡായി അദ്ദേഹം തന്റെ ബോഡി ഇട്ട് ആ ഫോർവേഡ് ലൈൻ താരത്തെ ഒന്ന് തടഞ്ഞു നിർത്തിയതിനു ശേഷമാണ് പന്ത് തിരിച്ചു പിടിക്കുന്നത്. ഗോൾ കീപ്പർ അത് കൃത്യമായി കൈപൊക്കി കാണിക്കുന്നു. അത് ഹാൻഡ് അല്ല, അല്ലെങ്കിൽ ഇന്റൻഷൻ അല്ലല്ല എന്നുള്ളത്. ഫ്യൂരിയസ് ആണ് അവിടെ സ്ഥിതിക്ക്. എന്തായാലും നേരെ ഒരു ബ്രേക്ക് അവേ മൊമെന്റുമായി അവിടെ മുത്തൂറ്റ് പെനാൽറ്റി ഏരിയയിലേക്ക് നല്ലൊരു മുന്നേറ്റം ആൻഡ് ഒരു പോസിബിൾ പെനാൽറ്റിക്കുള്ള ചാൻസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നീറ്റ് ആൻഡ് ടൈഡിയായി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. ഒരു കോർണർ മാത്രമായാണ് അവർ മുന്നേറ്റം അവസാനിക്കുന്നത്. ഈ മത്സരത്തിലെ ഏറ്റവും നല്ല അവസരമാണ് ലഭിച്ചിരിക്കുന്നത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമിക്ക്. ആ പാസ് അല്പം ഏർലി ആയി പോകുന്നു. ആ ഡിഫൻഡറിന്റെ അടുത്ത് പോയി ഡിഫൻഡറിനെ ബീറ്റ് ചെയ്ത് പാസ് ചെയ്യുന്നതിന് പകരം അല്പം നേരത്തെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത് മുത്തൂറ്റിന്. റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് മുത്തൂറ്റിന് നല്ല ഡെലിവറി ആൻഡ് എക്സലന്റ് ഷോട്ട്, എക്സലന്റ് ഹെഡർ. നല്ല ഒന്നാന്തരമായി തന്നെയാണ് ഇത്തവണ അജയുടെ ആ ഒരു ഹെഡർ ഇൻസൈഡിലേക്ക് വരുന്നത്. അർജുന്റെ ക്രോസ് ബോൾ ആണ്. അർജുന്റെ ക്രോസ് ബോൾ ഐ തിങ്ക് അല്ല, അർജുൻ അല്ല, അത് നമ്പർ 70 ജേഴ്സിയിൽ അർജുൻ MM ആണ്. അർജുൻ MM-ന്റെ ക്രോസ് ബോൾ ഒരു ഫ്ലിക്ക് ചെയ്ത് ഒരു ഗോളൊക്കെ വന്ന ഓൾമോസ്റ്റ് ബസ്സോ ട്രെയിനോ ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും പോസിബിളി നടത്താനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു പോക്കാണെങ്കിൽ വളരെ ക്ലംസി ആയ അലക്ഷ്യമായ ഒരു മൈനസ് പാസ് ആണ് ഇത്തവണ അവിടെ പുറകിലേക്ക് നൽകിയത്. ആൻഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. മുത്തൂറ്റ് FA എലൈറ്റിന്റെ കേക്ക് പോലെ മധുരമുള്ള സുന്ദരമായ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. ആൻഡ് ദേവദത്ത് അവരുടെ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ദേവദത്തിന്റെ ഈ ടൂർണമെന്റിലെ 8ാമത് ഗോളിലേക്ക് എത്തുമ്പോൾ മുത്തൂറ്റ് FA 44ാമത് മിനിറ്റിൽ ഏറ്റവും മികച്ചൊരു സ്കോറിംഗിലേക്ക്. യെസ് ശ്രീനാഥ്, ഇതാണ് മത്സരത്തിന്റെ തുടക്കം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രഷർ ചെയ്താൽ ബോൾ കിട്ടും. ആ പറഞ്ഞ വാക്കുകൾ അവിടെ കേട്ടു എന്ന് തന്നെ തോന്നുന്നു. പ്രഷറിലൂടെ ഗോള് കിട്ടുന്നു, അത് കൃത്യമായി വലയിലേക്ക് എത്തുന്നു. വാട്ട് എ പ്ലേസ്മെന്റ്! ആ പ്ലേസ്മെന്റ് ചെയ്ത് അവരുടെ ഡോറിൽ ഒരുപാട് തവണയായി മുട്ടിയതിനു ശേഷമാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തുറന്നെടുത്തത്. വീണ്ടും കേരള പോലീസിന്റെ മുന്നേറ്റം. ആ ഗോള് തിരിച്ചടിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടുന്നു. പക്ഷേ മനോജ്, യെസ്, എക്സലന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിഫെൻഡിങ് ബൈ മനോജ്. സെൻട്രൽ ഡിഫൻഡർ ആണ്. സ്ലൈഡ് ചെയ്ത് ആ ബോളിലേക്ക് വീഴുന്നു. ആൻഡ് ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ 45 മിനിറ്റുകളുടെ വാശിയേറിയ പോരാട്ടം. അതിനുശേഷം 4 മിനിറ്റ് അധിക സമയം. അവസാന മിനിറ്റിൽ, അവസാന മൊമെന്റിൽ, ഒന്നാം പകുതിയിൽ അവിടെ പടിക്കൽ കൊണ്ട് കാലമുടയ്ക്കുന്ന കേരള പോലീസിനെ കാണാം. ഇനി നല്ലൊരു തിരിച്ചുവരവാണ് അവര് തീർച്ചയായും പ്രതീക്ഷ വെക്കേണ്ടത്, അവർ നടത്തേണ്ടത്. രണ്ടാം പകുതിക്ക് കിക്ക് ഓഫ് ആവുന്നു ഇവിടെ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിലെ ഗ്രാൻഡ് ഫിനാലയിലെ മധുര മനോഹരമായ പോരാട്ടത്തിൽ. എന്തായാലും ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, സെക്കൻഡ് ഹാഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷനുമായാണ് കളം നിറയാനുള്ള ശ്രമം നടത്തുന്നത് കേരള പോലീസ്. സൽമാനുൽ ഫാരിസിനെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നു.
അവിടെ ബിജേഷ്. പക്ഷേ ഇപ്പോൾ ആവശ്യം ഒരു ഗോള് കണ്ടെത്തുക എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്കറിയാം മുത്തൂറ്റ് ഫുട്ബോൾ അക്കാഡമി യങ്സ്റ്റേഴ്സ് ആണ്. ദേ ആർ അഗെയിൻ കമ്മിങ് വിത്ത് അനദർ അറ്റാക്ക്, ബട്ട് ദിസ് ടൈം ഒരു ഷാർപ്നെസ്, കട്ട് ബാക്ക് പാസിന് ആ ഷാർപ്നെസ് ലഭിക്കുന്നില്ല. മനോഹരമായ ഒരു ഗോളും. ഞാനിപ്പോൾ ഓർക്കുന്നു ദേശാഭിമാനി പത്രത്തിലെ ആ ഫോട്ടോ, ഫാരിസ് ഗോള് നേടിയതിനു ശേഷമുള്ള ആ ഫോട്ടോ. ഇൻസൈഡിലേക്ക് വീണ്ടും ആ പന്തുമായി സജീഷാണ് ഇത്തവണ പോകുന്നത്. ആ പന്ത് ചെറുതായി ഒന്ന് വളരെ ബാലൻസ്ഡ് ആയി അകത്തേക്ക് വെച്ചു കൊടുക്കുന്നു. കേരള പോലീസ് അടിക്ക് തിരിച്ചടിയുമായി കേരള പോലീസ്. ഒരു ഭാഗത്ത് പോലീസിനെ ആക്രമിച്ചാൽ അവർ കൃത്യമായി തിരികെ നിറയൊഴിക്കുമെന്നുള്ളത് മുത്തൂറ്റ് എഫ് പ്രതീക്ഷിച്ചിരിക്കണമെന്നുള്ളത് നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എന്തായാലും നല്ല തിരിച്ചുവരവുമായി 53-ാം മിനിറ്റിൽ കേരള പോലീസ് മത്സരത്തിലേക്ക്, ഫൈനൽ മത്സരത്തിന്റെ വാശിയിലേക്ക് കടന്നു വരുന്നു. എക്സാക്ട്ലി എന്താണോ മുത്തൂട്ട് ചെയ്തത്, പ്രഷർ ചെയ്ത ഗോൾ കിട്ടും. സജീഷിൽ നിന്ന് തന്നെ ആ ഗോള് തുടക്കം കുറിക്കുന്നു. സുജിലിലേക്ക്, സുജിൽ നിന്നും ഫാരിസിലേക്ക്. ഫാരിസിന്റെ ആ ഷോട്ട് ഡിഫ്ലക്ഷൻ ആയിരുന്നു. റീബൗണ്ടിലാണ് കൃത്യമായി സുജിൽ അത് പോസ്റ്റിലേക്ക് എത്തിക്കുന്നത്. റീബൗണ്ടിലൂടെ ഗോൾ കണ്ടെത്തുന്ന സുജിൽ 1-1 എന്ന സ്കോർ ലൈനിലേക്ക്. ഈ മത്സരം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടൈറ്റ് മാച്ച്. അറ്റാക്ക് വരുന്ന സമയത്ത് ഡിഫൻസ് എത്രത്തോളം മികച്ച രീതിയിലാണ് അവിടെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും നല്ലൊരു എൻക്രോച്ച്മെന്റുമായി മുത്തൂറ്റ് എഫ് ഫാർ എൻഡിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഗോൾ ലൈൻ ക്ലിയറൻസ് ആൻഡ് തണ്ടറിംഗ് ഷോട്ട്. മുത്തൂറ്റ് എഫ് മത്സരത്തിന്റെ ഓൾമോസ്റ്റ് 64-ാം മിനിറ്റിൽ മികച്ച തിരിച്ചുവരവ്, മധുര മനോഹര തിരിച്ചുവരവ്. വീണ്ടും മുത്തൂറ്റ് എഫയുടെ ഭാഗത്തു നിന്നും ഒരു ഗോൾ സ്കോർ ചെയ്യപ്പെടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടായി കളിക്കളത്തിലേക്ക് വന്ന മുഹമ്മദ് നിഷാമിന്റെ കാലിൽ നിന്നാണ്. നിഷാമിന്റെ സുന്ദരൻ ഗോൾ. ഗംഭീരമായ ഒരു ഓവർലാപ്പിംഗ് ആണ്. അതിനുശേഷം 1 പിഴച്ചാൽ 3, 1-ൽ പിഴച്ചു, 2-ൽ പിഴച്ചു, 3-ൽ കയറ്റി, അടിച്ച് കയറ്റി. ഇതാണ് 1-ൽ പിഴച്ചാൽ 3 എന്ന് പറയുന്നത്. മൂന്നാമത്തത് സുന്ദരമായിട്ട് ഒന്നും ചെയ്യാനില്ല, പോസ്റ്റാണ്. പക്ഷേ ഇതുപോലുള്ള അവസരങ്ങളിൽ പോലും പന്ത് പുറത്തേക്ക് അടിച്ച സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഗോൾ കീപ്പറിന്റെ പൊസിഷൻ നോക്കി സെക്കൻഡ് പോസ്റ്റിലേക്ക്. ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ്, എക്സലന്റ്. സെക്കൻഡ് നിഷാമിന്റെ ഒരു ടച്ച് നമ്മൾ കണ്ടു. രണ്ട് ടീമുകൾ വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷനും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഫാരിസ് ആദ്യ സബ്സ്റ്റിറ്റ്യൂഷനായി കേരള പോലീസിന് വന്നു. അദ്ദേഹത്തിൻ്റെ ആ ഷോട്ടിലെ റീബൗണ്ടിൽ നിന്നുമാണ് ഗോൾ പിറന്നത്. ഇവിടെയും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മുത്തൂട്ട് വരുത്തിയ സബ്സ്റ്റിറ്റ്യൂഷനിൽ നിന്നും രണ്ടാമത്തെ ഗോളും അവർ നേടിയെടുത്തിരിക്കുന്നു. ബ്യൂട്ടിഫുൾ, നല്ലൊരു ടാക്കിളാണ് ഇത്തവണ. പക്ഷെ എന്തായാലും ഒരു ഫൗള് കൊടുക്കുമായിരിക്കും, പോസിബിളി ഒരു ഫ്രീ കിക്ക് കൊടുക്കുമായിരിക്കും. പൊസിഷനിൽ നിന്നാണ് ആ ഒരു ടാക്കിൾ കൊണ്ടുവരുന്നത്. എന്തായാലും വളരെ നല്ലൊരു സ്ലൈഡിങ് അറ്റംപ്റ്റ് ആണ്. ബോള് അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എങ്കിൽ അതൊരു യെല്ലോ കാർഡാണ്. ലെറ്റ്സ് സീ. യെസ്, അവിടെ ഒരു കോർണർ കിക്ക് അവാർഡ് ചെയ്യുന്നു. ഒരു ഷാർപ്പ് കോർണർ നേരെ നിലത്തേക്ക് ആൻഡ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. കുറച്ച് വൈഡായി തന്നെയാണ് പോകുന്നത്. ടാക്ടിക്കലി അതൊരു ലോ ഡിപ്പിംഗ് കോർണർ ആയിരുന്നു. ക്ലിയറൻസിന്റെ ഒരു പിഴവുണ്ടായിരുന്നു. ഫസ്റ്റ് മാൻ ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് സ്ട്രൈറ്റ് ഇൻസൈഡിലേക്ക് നല്ലൊരു ഡെലിവറി. വീണ്ടും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് കേരള പോലീസിന് പെനാൽറ്റി ഏരിയയ്ക്ക് അകത്ത് കിട്ടുന്നത്. പക്ഷെ ഇത്തവണയും ക്യാപിറ്റലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. നല്ല റിക്കവറി, നേരെ മറുപുറത്തേക്ക് ഒരു ബെൻഡിങ് റണ്ണിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. വളരെ വൈഡായി നല്ലൊരു സ്പേസ് ആണ് അവിടെ കിട്ടുന്നത്. ആൻഡ് പന്തുമായി വീണ്ടും അജയ് പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തേക്ക് അവർ റൈറ്റ് ഫ്ലാങ്കിലേക്ക് അജയ് വരുന്നു. അജയ് സെൻസിബിൾ ഡിസിഷൻ ആണ് എടുത്തത്. കാരണം അവിടെ മുന്നോട്ടേക്ക് പോകാൻ സഹതാരങ്ങളൊന്നും ബോക്സിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുന്നു. പക്ഷെ ജംഷിദ് ഓരോ മുന്നേറ്റങ്ങളും ഓരോ അവസരങ്ങളും. വീണ്ടും ഇത്തവണ പന്തുമായി നേരെ മുത്തൂറ്റിന്റെ എൻക്രോച്ച്മെന്റ് ആണ് പെനാൽറ്റി ഏരിയയിലേക്ക്. വീണ്ടും പാരലൽ റൺ. ഒടുവിൽ ആ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ നല്ലൊരു ടാക്കിൾ വഴി പന്ത് എന്തായാലും പുറത്തേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. 7 minutes ഓഫ് ആഡ് ടൈം. 7 മിനിറ്റ് ആണ് അധിക സമയം. 7 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ധാരാളമാണ് ഒരു ഗോളൊക്കെ തിരിച്ചടിക്കാൻ. പോകുന്നതിന് മുന്നേ അത് കീപ്പ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല പ്രഷർ ആൻഡ് ഇറ്റ്സ് ഫുൾ ടൈം. കിരീടധാരണം ഇവിടെ പൂർത്തിയാക്കുകയാണ് മുത്തൂറ്റ് എഫ്. ഒരുപാട് വർഷങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട്, ഒരുപാട് വർഷങ്ങളുടെ അത്യധ്വാനം കൊണ്ട് ഏറ്റവും മികച്ചൊരു കിരീടത്തിലേക്ക്, അവരർഹിച്ചൊരു മത്സരത്തിലെ അർഹിച്ചൊരു കിരീടത്തിലേക്ക് മുത്തൂറ്റ് എഫ് എത്തുമ്പോൾ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ നമുക്ക് പുതിയൊരു ചാമ്പ്യനെ കിട്ടുന്നു. വി ഹാവ് യെറ്റ് അനദർ ന്യൂ ചാമ്പ്യൻ. മറ്റൊരു പുതിയ ചാമ്പ്യനെ ഈ അവസരത്തിൽ എലൈറ്റ് കേരള പ്രീമിയർ ലീഗിൽ കിട്ടുമ്പോൾ ഏറ്റവും മധുരമനോഹരമായ രീതിയിൽ ഈ മത്സരം ഇവിടെ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്നു.
ഏറ്റവും സുന്ദരമായ ഒരു ഗെയിം. ഇത്ര നല്ലൊരു ഫൈനൽ ഗെയിം നമുക്ക് കിട്ടാനില്ല. ഇതിലും നല്ലൊരു ഗെയിം നമുക്ക് കിട്ടാനില്ല. ഇതിലും നല്ലൊരു മൊമെന്റ് നമുക്ക് കിട്ടാനില്ല. ഒരുപാട് വർഷങ്ങളായി കേരള ഫുട്ബോളിൽ നിറഞ്ഞു നിൽക്കുന്ന, കേരള പ്രീമിയർ ലീഗിൽ കൺസിസ്റ്റന്റ് ആയ പെർഫോമൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന മുത്തൂറ്റ് എഫ് എ അവര് ഡിസർവ് ചെയ്യുന്ന ഒരു കിരീടത്തിലേക്ക്, അവര് കൃത്യമായി കാത്തിരുന്ന ഒരു കിരീടത്തിലേക്ക് ഈ ഒരു അവസരത്തിൽ എത്തുമ്പോൾ തീർച്ചയായും ഈ ഒരു പരിശീലകനെയും, ഈ ഒരു അനീസ് എന്ന പരിശീലകനെയും, ഈ ബാക്കിയുള്ള താരങ്ങളെയും നമ്മൾ എങ്ങനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളത് തീർച്ചയായും നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോ, മധുരമനോഹരമായ സുന്ദരമായ ഒരു പോരാട്ടത്തിലേക്ക് വരുമ്പോ EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇറ്റ്സ് ഫുൾ ടൈം ആൻഡ് ദ ഫുൾ ടൈം സ്കോർ ഈസ് മുത്തൂറ്റ് FA 2 ആൻഡ് കേരള പോലീസ് ഫുട്ബോൾ ക്ലബ് 1.